Hello designers, welcome back to uxuimania. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എല്ലാ UI/UX ഡിസൈനേഴ്സിനും മസ്റ്റായിട്ടും ഡെയിലി വിസിറ്റ് ചെയ്യേണ്ടുന്ന 5 വെബ്സൈറ്റുകളെ കുറിച്ചാണ്. ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഡെയിലി ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ പ്രധാനമായിട്ടും ഇത് ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കായിട്ടാണ് നമ്മൾ ഈ 5 വെബ്സൈറ്റ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഓൾറെഡി ഇൻഡസ്ട്രിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ്. എന്താണ് ഈ 5 വെബ്സൈറ്റുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെയിലി നിങ്ങളുടെ എല്ലാ അതർ ആക്ടിവിറ്റീസിനോടൊപ്പം, ഉദാഹരണത്തിന് നമ്മൾ വർക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകൾ റെഫർ ചെയ്യും. അത് മേ ബി ന്യൂസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളായിരിക്കാം, സോഷ്യൽ മീഡിയ സൈറ്റുകളായിരിക്കാം, അങ്ങനെ ഒരുപാട് സൈറ്റുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഡെയിലി ബ്രൗസ് ചെയ്യാറുണ്ട്. അതിനോടൊപ്പം നമ്മളൊരു UI ഡിസൈനർ എന്ന നിലയിൽ ഈ 5 വെബ്സൈറ്റുകളും മസ്റ്റായിട്ടും ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 5-10 മിനിറ്റ്സ് എങ്കിലും ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. കാരണം എന്തെന്നാൽ ഈ വെബ്സൈറ്റുകളിലൂടെ നമുക്ക് കിട്ടുന്നത് ഓരോ വെബ്സൈറ്റുകൾക്കും ഓരോ അഡ്വാൻറ്റേജസ് ആണ്. അതിൽ ആദ്യമായി ഞാൻ നിങ്ങൾക്കായി പറയാൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് awards.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഈ അവാർഡ്സ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വെബ്സൈറ്റുകൾ, ഏറ്റവും മികച്ച ഇൻ്റർഫേസ് ഡിസൈൻ ആയിരുന്നാലും ഏറ്റവും മികച്ച യൂസർ ഇൻ്റർഫേസ് കോഡിംഗ് തുടങ്ങി ഒരുപാട് മെച്ചപ്പെട്ട ബെറ്റർ വെബ്സൈറ്റുകളെ ഡെയിലി ലിസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് awards.com എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ മെനുവിൽ വന്ന് നമ്മൾ വിന്നേഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓരോ ദിവസവും ഓരോ വിന്നേഴ്സിനെ അവർ ചൂസ് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ് ഡെയിലി ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡെയിലി ഈ വെബ്സൈറ്റ് റെഫർ ചെയ്യണം. ഓരോ ദിവസങ്ങളിലും ലിസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ നമ്മൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാൽ അതിൻ്റെ URL പോകും. ആ വെബ്സൈറ്റ് നമ്മൾ ഓൾറെഡി ഈ വെബ്സൈറ്റ് റെഫർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ വെബ്സൈറ്റുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും വരുന്നത് ഓരോ ദിവസങ്ങളിലും കയറി ഇത് റെഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റുകളും എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ നമ്പർ 1 ടോപ്പ് വെബ്സൈറ്റുകൾ എന്ന് പറയാൻ പറ്റുന്ന അത്രമാത്രം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള, വളരെ യൂസർ ഇൻ്റർഫേസ് ലെവലിലും UX ലെവലിലും അതുപോലെ തന്നെ കോഡിംഗ് സ്റ്റാൻഡേർഡിലെല്ലാം തന്നെ വളരെ മികവ് പുലർത്തുന്ന വെബ്സൈറ്റുകളായിരിക്കും. ഇത്തരം വെബ്സൈറ്റുകൾ കണ്ട് റെഫർ ചെയ്യുകയും ഇത്തരത്തിലുള്ള ഡിസൈനുകൾ ഇതേ സ്റ്റൈലിൽ ചെയ്യാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെബ്സൈറ്റ് ഡിസൈനുകൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ awards.com എന്ന് പറയുന്നത് വളരെ മസ്റ്റായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്, എസ്പെഷ്യലി ഫോർ വെബ്സൈറ്റ്സ് ഡിസൈനിങ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് dribble.com. വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സിൻ്റെ ഒരു വെബ്സൈറ്റാണ്. ലോകത്തിലെ തന്നെ ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഡിസൈനേഴ്സ്, അത് പലതരത്തിലുള്ള ബ്രാൻഡിങ് ലെവലിലുള്ളത്, പ്രിൻറ്റിങ് ലെവലിലുള്ളത്, മൊബൈൽ ടൈപ്പ്, പ്രോഡക്റ്റ് ഡിസൈൻ, ടൈപ്പോഗ്രാഫി, വെബ് ഡിസൈൻ തുടങ്ങി എല്ലാ ഡിസൈനിങ്, UI എസ്പെഷ്യലി UI, അതിൽ പ്രിൻറ്റ് മീഡിയ ഡിസൈൻസുകളും ഉണ്ട്. ഇത്തരത്തിലുള്ള ടോപ്പസ്റ്റ് ആയിട്ടുള്ള വേൾഡിലെ ഡിസൈനേഴ്സ് ചെയ്ത ഷോട്ടുകൾ, അവർ ചെയ്ത ഒരു ഡിസൈനിൻ്റെ ഫുള്ളായിട്ടായിരിക്കാം, ചിലപ്പോൾ അത് ചെയ്തിരിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷോട്ടായിരിക്കാം അവർ ഷോ ചെയ്യുന്നത്. എന്തായിരുന്നാലും തന്നെയും ഇതിലിടുന്ന എല്ലാ ഡിസൈനുകളും എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1 ഡിസൈനേഴ്സായിട്ടുള്ള ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്ന ഡിസൈൻസുകളാണ്. ഈ വെബ്സൈറ്റും ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈനറും ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനറും ഡെയിലി മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ടുന്ന ഒരു വെബ്സൈറ്റാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് behance.com. ബിഹാൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ dribble.com പോലെ തന്നെ ലോകത്തിലെ നമ്പർ 1 ഡിസൈനേഴ്സിൻ്റെ ഒരു പോർട്ട്ഫോളിയോ സൈറ്റാണ്. അവർ ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഡിസൈൻസുകളും ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ, ഡിസൈനേഴ്സിന് ഇതിൽ ഫ്രീ ആയിട്ട് അവർക്കൊരു പോർട്ട്ഫോളിയോ, നിങ്ങളുടെ ചെയ്യുന്ന വർക്കുകൾ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഇത് ബിഹാൻസിലുണ്ട്. പല കമ്പനികളും ഡിസൈനേഴ്സിൻ്റെ ഇൻ്റർവ്യൂസിന് മുമ്പേ അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ ബിഹാൻസ് പ്രൊഫൈലാണ് അവർ ചെക്ക് ചെയ്യുന്നത്. സോ ഡിസൈനേഴ്സായിട്ടുള്ള എല്ലാവരും ഡിസൈനിങ്ങിലേക്ക് പ്രവേശിക്കുന്നവർ പ്രത്യേകിച്ചും അവർ ചെയ്യുന്ന വർക്കുകൾ, അത് കമ്പനി പ്രോജക്റ്റുകളാവാം, നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന സാമ്പിൾ പ്രോജക്റ്റുകളാകാം, ഇതെല്ലാം തന്നെ നിങ്ങൾ ബിഹാൻസിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഏത് കമ്പനികളിലേക്ക് നിങ്ങൾക്ക് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഇല്ലാത്ത പക്ഷം ബിഹാൻസ് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം
വളരെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഡിസൈനേഴ്സുകൾ പോസ്റ്റ് ചെയ്യുന്ന ഇല്ലുസ്ട്രേഷൻസുകൾ, ഫോട്ടോഷോപ്പ് വർക്കുകൾ, ഗ്രാഫിക് ഡിസൈനുകൾ, ഫോട്ടോഗ്രാഫി തുടങ്ങിയ എല്ലാ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളും ഇതിൽ വരുന്നതെല്ലാം തന്നെ വളരെ ടോപ്പ് പോസ്റ്റ് ഇമേജുകളും ടോപ്പ് പോസ്റ്റ് ഡിസൈൻസുകളുമാണ്. സോ ഇത് മസ്റ്റായിട്ടും എല്ലാ ഡിസൈനേഴ്സും റെഫർ ചെയ്തിരിക്കണം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് uxuimania.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. UI യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവിങ്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലെ ഓരോ മൂവ്മെൻറ്റ്സുകളും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടത്, എന്ത് സ്റ്റൈലിലാണ് അത് മൂവ് ചെയ്യേണ്ടത്, അതിൻ്റെ ട്രാൻസിഷൻ എന്ത് സ്റ്റൈലിൽ വേണം തുടങ്ങി ഒരുപാട് മൊബൈൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസുകൾക്കുള്ള ഒരു നീണ്ട കളക്ഷൻ തന്നെ ഈ വെബ്സൈറ്റിലുണ്ട്. അതും വിത്ത് അനിമേഷൻ. അത് നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് കോർണറിൽ കാണുന്ന ഒരു ഹാഷ്ടാഗിൽ നിന്നും ഓരോ സ്റ്റൈലുകളായിട്ട് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കലണ്ടറാണ് വേണ്ടെങ്കിൽ കലണ്ടർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കലണ്ടറുകളുടെ UI കിട്ടും വിത്ത് അനിമേഷൻ. നിങ്ങൾക്കിപ്പോൾ ഒരു കാർഡ്സിൻ്റെ സ്റ്റൈലാണ് വേണ്ടെങ്കിൽ കാർഡ് ചൂസ് ചെയ്യുക, അത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കാർഡ്സ്, അങ്ങനെ എന്തായിരുന്നാൽ തന്നെ ഇതിൽ നല്ലൊരു കാറ്റഗറി ഓഫ് ലിസ്റ്റിംഗ് ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള UI ഡിസൈൻസുകൾ, വളരെ നല്ല സൂപ്പർ ട്രാൻസിഷൻസുകൾ ഇവയെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാനും ആ സ്റ്റൈലുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈനുകളിലേക്ക് അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്യാനും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റാണിത്. സോ ഈ വെബ്സൈറ്റും നിങ്ങൾ ഡെയിലി ഒരു 5 minutes എങ്കിലും റെഫർ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അവസാനമായി പിൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രിബിളും വിഗാൻസും ഒക്കെ പോലെ തന്നെ വളരെ ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഇതിനകത്ത് നമുക്ക് എല്ലാ കാറ്റഗറി ഓഫ് ഇമേജുകളും ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് ആദ്യമായി വേണ്ടുന്നത് ഇതിനകത്തൊരു ഫ്രീ ആയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്കൗണ്ട് ഞാനിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്തിട്ടില്ല. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇന്നർ സൈഡിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഇമേജാണ് വേണ്ടുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ് വേണ്ടുന്നത് അതിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ആണ് വേണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് ടൈപ്പ് ചെയ്യുക, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. ടോപ്പസ്റ്റ് ആയിട്ടുള്ള വേൾഡിലെ ഡിസൈൻസുകൾ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഫിൽറ്റർ ചെയ്ത് തരും. അത്രയ്ക്ക് ടോപ്പസ്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റാണ് പിൻട്രസ്റ്റ്. അപ്പോൾ ഓർക്കുക, ഈ 5 വെബ്സൈറ്റുകളും എല്ലാ ഡിസൈനേഴ്സും ഇന്ന് മുതൽ നിങ്ങൾ ഒരുപാട് വെബ്സൈറ്റുകൾ റെഫർ ചെയ്യുന്നവരാണെങ്കിൽ കൂടി ഈ 5 വെബ്സൈറ്റുകൾ ഡെയിലി വിസിറ്റ് ചെയ്യാനും അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 5-10 minutes വീതമെങ്കിലും സ്പെൻഡ് ചെയ്യാനും ശ്രമിക്കുക. കാരണം ഇതിലൂടെ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസുകളെല്ലാം തന്നെ വളരെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഒബേ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഡെയിലി ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻസുകളിലും ഇത്തരത്തിലുള്ള സ്റ്റൈൽ ഓട്ടോമാറ്റിക്കലി വന്നു ചേരും. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഗൈസ്. ഇനി മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.